Hey everyone, welcome back to our YouTube channel. Hope all are you doing well. Today we are going to prepare bang cauliflower. അപ്പോൾ അതിൻ്റെ റെസിപ്പിക്കായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ കോളിഫ്ലവർ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അതൊന്ന് കട്ട് ചെയ്ത് ഹോട്ട് വാട്ടറിൽ ഒരു 2 to 3 മിനിറ്റ്സോളം ഒന്ന് ഇട്ട് വെക്കാം കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള ഒരു മാരിനേഷൻ റെഡിയാക്കി എടുക്കാനുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ആൻഡ് കുറച്ച് ചില്ലി പൗഡർ, ടേമറിക് പൗഡർ, കുറച്ച് ഗരം മസാല ആൻഡ് ഒറിഗാനോ. ഞാനിതൊക്കെയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് മാറ്റി ആഡ് ചെയ്യുക. ഇത് ഒരു 1/2 കപ്പ് മിൽക്കിൽ നല്ല പോലെ പേസ്റ്റ് ചെയ്തെടുക്കാം. ഈ പേസ്റ്റിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ആഡ് ചെയ്ത് അതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്ത് അതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ബേക്കിങ്ങിനേക്കാളും ഫ്രൈ ചെയ്തെടുക്കുന്നതേക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. കോളിഫ്ലവർ ബേക്കിംഗ് ഓർ ഫ്രൈയിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മെയിനായിട്ടൊരു സോസ് പ്രിപ്പയർ ചെയ്തെടുക്കണം കേട്ടോ. ഈ സോസ് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് ഹണി, മയോണൈസ്, ചില്ലി സോസ്, പിന്നെ കുറച്ച് വിനെഗറുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം എൻ്റെ കയ്യിൽ ഹണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഈ സോസ് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവേഴ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. അത് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷിങ്ങിനായിട്ട് വൈറ്റ് സെസമി സീഡ്സും കൊറിയാൻഡർ ലീവ്സും ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.